ലോഹ ധരിച്ചെത്തിയതിന്റെ പേരിൽ ആശുപത്രിയിൽ കഴിയുന്ന പിതാവിനെ സന്ദർശിക്കുന്നതിൽ നിന്ന് വൈദികനെ തടഞ്ഞതായി പരാതി. Pensábamos que el anticlericalismo era algo del pasado, pero permíteme que te robe un minuto para contarte una experiencia que me acaba de ocurrir, que es muy desagradable. സ്പെയിനിലെ മലാഗയിലുള്ള കാർലോസ് ഹായ ആശുപത്രിയിലാണ് ഫാദർ കാർലോസ് മരിയ ഫോർട്ടസിന് ദുരനുഭവമുണ്ടായത്. സംഭവത്തിൽ വൈദികൻ ആശുപത്രി അധികൃതർക്ക് ഔദ്യോഗികമായി പരാതി നൽകി. മാർച്ച് 19 വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ കുർബാനയ്ക്ക് പോകേണ്ടിരുന്നതിനാലാണ് ഫാദർ കാർലോസ് ലോഹ ധരിച്ച് ആശുപത്രിയിലെത്തിയത്. എന്നാൽ അവിടെയുണ്ടായിരുന്ന ഒരു നേഴ്സ് അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറുകയും പിതാവിനെ കാണാൻ അനുവദിക്കാതെ പുറത്തു പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. മുൻപ് സാധാരണ വസ്ത്രത്തിൽ വന്നപ്പോഴൊന്നും തനിക്ക് ഇത്തരം തടസ്സങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വൈദികൻ വ്യക്തമാക്കി. നേഴ്സിന്റെ പെരുമാറ്റത്തിൽ അതൃപ്തി അറിയിച്ച വൈദികൻ പിന്നീട് ആശുപത്രിയിലെ ഡോക്ടറെ കണ്ട് രോഗിയെ കാണാനുള്ള ഔദ്യോഗിക അനുമതി വാങ്ങി. ഡോക്ടർ അനുമതി നൽകിയിട്ടും ആ നേഴ്സ് വഴങ്ങാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വൈദികനെ പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ മേലുദ്യോഗസ്ഥർ ഇടപെട്ടാണ് നേഴ്സിനെ അവിടെ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് മാറ്റിയത്. ഫാദർ കാർലോസ് തന്റെ അനുഭവം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചതോടെ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. സ്പെയിനിലെ പല വൈദികരും തങ്ങൾ നേരിടുന്ന ഇത്തരം വിവേചനങ്ങളെക്കുറിച്ച് പ്രതികരിച്ചു. ഇത്തരം കാര്യങ്ങൾ വെളിച്ചത്തു കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് സഹപ്രവർത്തകരായ വൈദികർ കുറിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും സിറ്റിസൺ സർവീസ് വഴി നടപടികൾ സ്വീകരിക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. കത്തോലിക്ക വിശ്വാസികൾക്കെതിരെയുള്ള ഇത്തരം വിവേചനങ്ങൾ സ്പെയിനിൽ വർദ്ധിച്ചു വരുന്നതായാണ് പൊതുവെ ഉയരുന്ന വിമർശനം.